പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ പരിശുദ്ധാസനത്തിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. കർത്താവ്, കഴിഞ്ഞ ആഴ്ച ജോലിയും യാത്ര പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അവിടെ കൊണ്ടുപോയിച്ച വലിയ കുറേയെന്ന് വാഴുന്നു. കർത്താവെ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഇനി ശത്രിക്കും ബലപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിൽ നിന്നും ആപത്തുനിന്നും അവിടെ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ. പുതിയ ഭാഗങ്ങൾ കഴിയുന്നതിൽ അവരെ അനുഗ്രഹിച്ചോളം കർത്താവെ. അവരുടെ മാതാക്കളുടെ സഹോദരന്മാരെയും അവരുടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നീ കൊണ്ടായിരിക്കും ശത്രിക്ക് അനുഗ്രഹിച്ച് നടത്തുകയും ചെയ്യണമേ. ഇന്നത്തെ പ്രാർത്ഥന എടുക്കുന്നതിന് ശക്തിയും ബല താവെ അനുഗ്രഹങ്ങളും താവെ അടി തരണം പരിസരമാറിച്ചോളമേ. എല്ലാ പാഠങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായപ്പാനും ഏറ്റവും നന്മറിഞ്ഞായിരിക്കാൻ സഹായിക്കുക ഇഷ്ടമുണ്ടാകും ചെയ്യണമെന്ന് ക്രിസ്തുവിൻ്റെ തന്നെ ആവത്തെ പക്ഷേ പ്രിയോടെ കേൾക്കണമേ. ആമേ. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ സന്തോഷകരമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുവാനും ദൈവം ഞാൻ പഠിപ്പാൻ തന്ന ഈ അവസരത്തെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാ കോവിഡ് രോഗങ്ങളും പാർശ്വവാദികളിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിച്ചു, നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ ഒരാശംസ അനുഗ്രഹങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ചും ഈ കോവിഡ് പാർശ്വവാദിയുടെ ഈ കാലഘട്ടങ്ങളിൽ വളരെ കാലത്തിൽ നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും അതുപോലെ തന്നെ ലോകം പാടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പാഠത്തിൽ സഭയെ ദൈവാലയത്തിലെ തത്ശാസ്ത്രവും ആഡംബരങ്ങളും എന്ന പാഠമാണ് നാം പഠിച്ചത്. ദൈവാലയത്തിലെ തത്ശാസ്ത്രവും ആഡംബരവും. ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കട്ടെ. ദൈവം വസിക്കുന്ന ഇടമായി കരുതി ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ദൈവാലയങ്ങളിൽ കൂടി വരുന്നത് നമ്മൾ പഠിച്ചു. കൂടി വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്കനുസരണമായി ദൈവാലയത്തിനെ മോടി പിടിപ്പിക്കുകയും അമ്പരചുമ്പരിയായിട്ടുള്ള കെട്ടിടങ്ങൾ ദൈവാലയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനപ്പുറമായി കെട്ടിടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ സ്ഥാപനമൊരുക്കപ്പെട്ട ഈ ക്രൈസ്തവ സഭയെ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുസാക്ഷ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നാം പ്രയത്നിക്കേണ്ടതാണെന്ന് ആ പാഠത്തിലൂടെ പഠിക്കാൻ സാധിച്ചു. യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിലെ 3 ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പിന്നെ പഠിച്ചത്. ഇസ്രായേൽ ജനം ഒരു രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ അവരുടെ ഒരു സങ്കല്പങ്ങൾക്ക് ജനമധ്യേ ദൃശ്യരൂപം ഉണ്ടാകണം എന്നവർ വിശ്വസിച്ചുകൊണ്ട് വലിയൊരു ദേവാലയം അവർ നിർമ്മിച്ചെടുത്തു. BC 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശലോമോൻ്റെ ദേവാലയം അത് 587 വരെ നിലനിന്നു. BC 516 സെരുബ്ബാബേലിൻ്റെ കാലത്ത് യെരൂശലേം ദേവാലയം രണ്ടാമത് പൂർത്തീകരിച്ചു. BC 20-18 കാലഘട്ടത്തിൽ ഹെരോദ് രാജാവ് യെരൂശലേം ദേവാലയത്തെ മൂടിക്കൂട്ടുകയും ദേവാലയത്തോട് ചേർന്ന് മഹാമന്ദിര സമുച്ചയം നിർമ്മിക്കുകയും ചെയ്തു. അത് BC 70 റോമ സൈന്യം ഈ ദേവാലയ മന്ദിരം നശിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിപ്പിച്ചു. യെരൂശലേം ദേവാലയത്തിൻ്റെ തത്ശാസ്ത്രവും ആഡംബരവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ പഠിപ്പിച്ചുവല്ലോ. ചരിത്രകാരന്മാരുടെ ഇടയിൽ യെരൂശലേം ദേവാലയം ശലോമോൻ നിർമ്മിച്ചപ്പോൾ ദേവാലയത്തിന് 50 മീറ്റർ ഉയരവും 9 മീറ്റർ വീതിയും 14 മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു. പ്രധാന കെട്ടിടത്തിൻ്റെ ഉൾഭാഗം 3ആയി തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് മരിച്ചു. ഏറ്റവും മുൻഭാഗം മുഖമണ്ഡപമെന്നും അതിൻ്റെ ഉൾഭാഗം വിസ്തലമെന്നും ഏറ്റവും അതിവിസ്തലം എന്നും അറിയപ്പെടുന്നു. മുഖമണ്ഡപം, വിസ്തലം, അതിവിസ്തലം എന്ന് 3ആയി തരംതിരിച്ചിരിക്കുന്ന ഭാഗങ്ങളായിട്ടാണ് ദേവാലയം സൃഷ്ടിക്കപ്പെട്ടത്. അതിന് മുൻവശത്തായിട്ട് യാഖീൻ, ബോവാസ് എന്നീ 2 കൂറ്റ സ്തംഭങ്ങൾ സ്ഥാപിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ വിസ്തലത്ത് വിടർന്ന് നിന്ന് കഴിഞ്ഞാൽ 6 മീറ്റർ ചെറിയ വിസ്താരമുള്ള 2 കയറുകൾക്ക് നടുവിലായി അതിവിസ്തലത്ത് യഹോവയുടെ പെട്ടകവും അതിനുള്ളിൽ ദൈവവചനത്തിൻ്റെ കൽപ്പനയും അല്ലെങ്കിൽ 10 കൽപ്പനയും ആലയം ചെയ്തിരിക്കുന്ന കല്ലുകളും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു. കൂടാതെ ദൈവാലയത്തിന് പുറത്തായി സ്ത്രീകൾക്കുള്ള പ്രാകാരവും അതിന് പുറത്തായി ജാതികൾക്കുള്ള കെട്ടവും നിർമ്മിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അലങ്കാരപ്പണികൾക്കായി ദേവാലയത്തെ ഉൾഭാഗം സ്വർണ്ണം കൊണ്ട് പൂശുകയും പുറത്തെ സൈഡ് താമ്രം കൊണ്ട് പൂശുകയും ചെയ്തതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇരുവശങ്ങളിലും സ്വർണ്ണം പൊതിഞ്ഞ 5 വിളക്കുതണ്ടുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ കാഴ്ച വയ്ക്കുന്ന മേശയും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പഠിച്ചു. ശുദ്ധീകരണത്തിലുള്ള വെള്ളം സൂക്ഷിക്കുന്നതായിട്ട് 70,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന പിച്ചളപാത്രം അത് താമരക്കടൽ ദേവാലയത്തിനുള്ളിൽ വെച്ചിരുന്നതായിട്ട് അറിയുന്നു. അത് 12 കാളകൾ 4 വശങ്ങളിലേക്ക് നോക്കുന്ന 12 കാളകളുടെ മുകളിലാണ് ആ താമരക്കടൽ വെച്ചിരുന്നതായിട്ട് അല്ലെങ്കിൽ പിച്ചളപാത്രം വെച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവാലയ ആഡംബര
ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ദൈവം വസിക്കുന്ന ഇടമായി ഗണിക്കപ്പെടുന്ന ദേവാലയം വളരെ മനോഹരമായി അവർ നിർമ്മിച്ചു. എങ്കിലും പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ രൂപം പ്രാപിച്ച വിവാദ ദൈവശാസ്ത്രം ഇതിനെയെല്ലാം വളരെയധികം വിശകലനം ചെയ്യും. അവരുടെ ചിന്താഗതിയിൽ എത്രത്തോളം വലിയ ദേവാലയം ഇന്നത്തെ കാഴ്ചപ്പാടിൽ, ഇന്നത്തെ സങ്കല്പത്തിനനുസരിച്ച് ആവശ്യമില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതായത് ദൈവസങ്കല്പത്തിന് ആഡംബര ദൈവാലയ സമിതി ചേരുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. പരമ്പരാഗത ദൈവശാസ്ത്ര ശാഖയുടെ ഉൽപ്പാദനം ഘടിപ്പിടുന്ന ഇത്തരം നിർമ്മിതികൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ചതല്ല. പരിധിപ്പെട്ട് മുറിവേറ്റ ക്രിസ്തുവിനെ അനുഭവിക്കപ്പെട്ടവരും കോളനി വയ്ക്കപ്പെട്ടവരായ ദൈവത്തിൻ്റെ ഇടയിലാണ്, ജനങ്ങളുടെ ഇടയിലാണ് ദൈവം വസിക്കുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിനായി വിളിക്കപ്പെടുന്ന ദർശനം ഊന്നി നിൽക്കുന്ന സഭകൾക്ക് അതിരുകൾ സ്ഥാപിക്കപ്പെടുക സാധ്യമല്ല എന്ന് മനസ്സിലായി. അതിനുവേണ്ടി ബ്രോഡ്ലെസ് ചർച്ച്, അതായത് അതിലുള്ള സഭയും തിരുവാർത്ത സഭ, ചർച്ച് ഇൻ സ്ട്രീറ്റ് എന്നിവ സ്ഥാപിക്കണം എന്നും എന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പരിമിത സാഹചര്യം കഴിയുമ്പോൾ ആ അത്യാഡംബരപൂർണ്ണമായ ദൈവാലയം ഇപ്പോൾ നമുക്ക് അത് അത്ര ആവശ്യമില്ല എന്ന് അന്നത്തെ പിന്നീടുണ്ടായ കാലഘട്ടങ്ങളിൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുകയും അതിനുവേണ്ടി സഭ ആ രീതിയിൽ രൂപീകരിക്കപ്പെടണമെന്ന് പിന്നീട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. അത് അനുസരിച്ച് സഭ ഊന്നൽ നൽകി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സഭ ഊന്നൽ നൽകി അത് പഠിപ്പിക്കേണ്ടതാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 14-ാമത്തെ പാഠമാണ്. ക്രിസ്തു ശരീരമായ സഭ എന്നുള്ളതാണ്. ക്രിസ്തു ശരീരമായ സഭ എന്നുള്ളതാണ് പാഠത്തിൻ്റെ ഉദ്ദേശം. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. വേദഭാഗം 1 കൊരിന്ത്യർ 3-ാം 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളാണ്. വേദഭാഗം 1 കൊരിന്ത്യർ 3-ാം 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ക്രിസ്തുവിശ്വാസികളുടെ സമൂഹമായ സഭ ഇന്നും സാമൂഹിക ജീവിതത്തിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതായത് കാലത്തിൻ്റെ മാറ്റങ്ങളോടനുസരിച്ച് സഭ സുവിശേഷ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ഇന്നും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. സഭയുടെ നിയോഗവും ദർശനവും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണ ശുശ്രൂഷയിൽ തുടർ പങ്കാളികളാകുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയപ്പോൾ നമ്മളെ ഒരു ദൗത്യം സഭയെ ദൈവത്തെ ഏൽപ്പിച്ചിരുന്നു. സർവ്വസൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പോയി അറിയിപ്പിൻ എന്ന് അത് ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു സർവ്വജനങ്ങളോടും ആഹ്വാനം ചെയ്തു. അത് സഭ ഏറ്റെടുത്ത് നടപ്പാക്കണം, അല്ലെങ്കിൽ സഭയുടെ ദൗത്യ നിർവഹണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇരിക്കുന്നു. അതിലേക്ക് നമ്മളെ സഹായിക്കും ശക്തിക്കും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മൾ നീതിബോധമുള്ള സമൂഹമായി, ക്രിസ്തുവിൻ്റെ ശരീരമായി, അല്ലെങ്കിൽ ക്രിസ്തു ശരീരമായ സഭയായി രൂപാന്തരപ്പെടും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. താഴേക്ക് നമ്മൾ പഠിക്കുമ്പോൾ സഭ വേദപുസ്തക പശ്ചാത്തലത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. സഭ വേദപുസ്തക പശ്ചാത്തലത്തിൽ എന്താണെന്ന് നോക്കാം. പഴയ പശ്ചാത്തലത്തിൽ കാഹാൽ എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ചർച്ച് അല്ലെങ്കിൽ സഭ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെടുന്നത്. അതായത് കാഹാൽ എന്ന ഒരു എബ്രായ പദത്തിൽ നിന്നാണ് ചർച്ച് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെടുന്നത്. യോഗം, കൂട്ടം, ദൈവത്തിന് മുന്നിൽ ഇസ്രായേൽ ജനതയുടെ ഒത്തുചേരൽ എന്നീ അർത്ഥതലങ്ങളിലാണ് കാഹാൽ എന്ന പദം പഴയ നിയമത്തിൽ ഈ എബ്രായ പദം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ യോഗം അല്ലെങ്കിൽ കൂട്ടം, ദൈവത്തിന് മുന്നിൽ ഇസ്രായേൽ ജനങ്ങളുടെ ഒത്തുചേരൽ എന്നീ അർത്ഥങ്ങളാണ് കാഹാൽ എന്ന പദം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിൻകാലത്തിൽ അതിന് മാറ്റമുണ്ടായി. ദൈവത്തിൻ്റെ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന അർത്ഥങ്ങളിലൊക്കെ ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിൻ്റെ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന അർത്ഥങ്ങളിലൊക്കെ ഈ പദം കാഹാൽ എന്ന പദം ഉപയോഗിച്ച് തുടങ്ങി. എന്നാൽ പുതിയ നിയമത്തിൽ വേറൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറിയാക്കോൺ എന്ന യവന പദമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുറിയാക്കോൺ എന്ന യവന പദം അല്ലെങ്കിൽ ഗ്രീക്ക് പദമാണ് സഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിന് കർത്താവിൻ്റെ വക, അല്ല ബിലോങ് ടു ദ ലോർഡ് എന്ന് പറയാം. കർത്താവിൻ്റെ വക എന്നാണ് ഈ കുറിയാക്കോൺ എന്ന വാക്കിൻ്റെ അർത്ഥം. പൗലോസിൻ്റെ എഴുത്തുകളിൽ പുതിയൊരു വാക്കാണ് കാണുന്നത്. പൗലോസിൻ്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ പുതിയൊരു വാക്ക് കാണുന്നു. എക്ലിസിയ എന്ന പദവും സഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എക്ലിസിയ എന്ന സഭയാണ് എന്ന വാക്കാണ് സഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ വക എന്നാണ് എക്ലിസിയ സഭയുടെ അർത്ഥം. കർത്താവിൻ്റെ വക എന്നാണ് ഈ എക്ലിസിയ എന്ന ആ പദത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിൽ 112 പ്രാവശ്യം എക്ലിസിയ എന്ന പദം കാണുന്നു.
ഇതിനർത്ഥം വിളിക്കപ്പെട്ട ജനം, കൂട്ടം എന്ന അർത്ഥങ്ങളാണ് എക്ലീസിയ ഉപയോഗിച്ചിരിക്കുന്നത്. വിളിക്കപ്പെട്ട ജനം അല്ലെങ്കിൽ കൂട്ടം എന്ന അർത്ഥങ്ങളാണ് എക്ലീസിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി സഭ വേദശാസ്ത്ര ദർശനങ്ങൾ എന്താണെന്ന് നോക്കാം. സഭയിൽ വേദശാസ്ത്ര ദർശനങ്ങളിൽ ഏത് രീതിയിലാണ് സഭ കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ക്രൈസ്തവ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് സഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നവർ എന്ന് നമുക്കറിയാൻ സാധിക്കും. കാലത്തിൻ്റെ വളർച്ച അനുസരിച്ച് സഭയ്ക്ക് വ്യത്യസ്ത മാനങ്ങൾ കൈവന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത മാനദണ്ഡങ്ങളെല്ലാം ചരിത്രത്തിൻ്റെ പുരോഗതിയിൽ ഉരുത്തിരിഞ്ഞ് വന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സഭയുടെ 4 പ്രധാന അർത്ഥതലങ്ങൾ പുതിയ നിയമത്തിൽ കണ്ടെത്താൻ സാധിക്കും. സഭയുടെ 4 അർത്ഥതലങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സഭയുടെ അർത്ഥതലം എന്ന് പറയുന്നത് മതപരമായോ അല്ലാതെയോ പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ആയോ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിക്കപ്പെട്ട ജനം എന്നാണ് പറയുന്നത്. മതപരമായോ അല്ലാതെയോ പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിക്കപ്പെട്ട ജനം എന്ന് സഭയെപ്പറ്റി പറയാറുണ്ട്. അതായത് അപ്പോസ്തല പ്രവർത്തികൾ 19 32-40 വാക്യങ്ങൾ, 11 26 വാക്യം, 1 കൊരിന്ത്യർ 11 18 വാക്യം എന്നീ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് മതപരമായോ അല്ലാതെയോ പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ കൂടി വരുന്ന ഉദ്ദേശിച്ച വിളിക്കപ്പെട്ട ജനം എന്ന് ആദ്യമായിട്ട് തന്നെ ഒന്നാമത്തെ ഭാഗമായിട്ട് തന്നെ സഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം വിശ്വാസികളുടെ കൂട്ടം, അതായത് ഭവനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒത്തുചേരുന്നത്. നമുക്കറിയാം ദേവാലയങ്ങളിൽ നമ്മൾ ഒത്തുചേരുന്നു, ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒത്തുചേരുന്നു. ഇതിന് വിശ്വാസികളുടെ കൂട്ടം എന്ന് സഭയെപ്പറ്റി പറയാറുണ്ട്. ഇതെല്ലാം വിശ്വാസികളുടെ കൂട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് റോമർ 16:5 പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ക്രിസ്തുവിലൂടെ ദൈവത്താൽ വിളിക്കപ്പെട്ട സമൂഹം എന്നുള്ളതാണ്. അതായത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-28 വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സഭയിൽ ദൈവം വസിക്കുകയും അതിന് ഭരിക്കുകയും ദൈവഹിതം സഭയിലൂടെ നിറവേറ്റുകയും ചെയ്യുന്നു. ദൈവം സഭയിൽ വസിക്കുകയും അതിന് ഭരിക്കുകയും ദൈവഹിതം സഭയിലൂടെ നിറവേറ്റുകയും ചെയ്യുന്ന ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിസ്തുവിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നടത്തപ്പെടുന്ന വിശ്വാസ സമൂഹമാണ് സഭ. ക്രിസ്തുവിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നടത്തപ്പെടുന്ന വിശ്വാസ സമൂഹമാണ് സഭ എന്ന് നമുക്ക് മുമ്പേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൈവത്താൽ നിമിത്തവും ദൈവത്താൽ സ്ഥാപിതമായ സാർവലൗകിക ഉടമ്പടി സമൂഹത്തിൻ്റെ ഭാഗവുമാണ് സഭ എന്ന് പറയാൻ പറ്റും. അതായത് ദൈവത്താൽ നിമിത്തവും ദൈവത്താൽ സ്ഥാപിതമായ സാർവലൗകിക ഉടമ്പടിയിൽപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമാണ് സഭ. അതായത് കവനൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയും. സാർവലൗകിക ഉടമ്പടിയിൽപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് സഭ. അതായത് ലോകവ്യാപകമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന സാർവലൗകിക ഉടമ്പടിയിൽപ്പെട്ട ഒരു കവനൻ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് സഭയെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന 4-ാമത്തെ സഭയുടെ അർത്ഥതലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ യുഗാന്തി സമൂഹം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ യുഗാന്തി സമൂഹം മശിയ എന്ന ക്രിസ്തു സകലവും തന്നിൽ ഒന്നായി കൂട്ടിച്ചേർക്കുന്ന കാലസമ്പൂർണ്ണതയിലേക്ക് സഭയെ നയിക്കുന്നു. അതായത് ക്രിസ്തു വീണ്ടും വരുമ്പോൾ, അതായത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ സഭയെ തന്നിലേക്ക് ഒന്നായി കൂട്ടിച്ചേർക്കുന്നു എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കാലസമ്പൂർണ്ണതയിൽ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് രൂപാന്തരപ്പെടുകയും സഭയെ ക്രിസ്തു വെളിയഴിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠനങ്ങൾ നമ്മൾ നേരത്തെ കേട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2ാമതായിട്ട് ക്രിസ്തു വരുമ്പോൾ, അല്ല കാലസമ്പൂർണ്ണയിൽ ക്രിസ്തു വരുമ്പോൾ ആ ക്രിസ്തുവിലേക്ക് സഭ എടുക്കപ്പെടുന്നു. അത് സ്വർഗ്ഗത്തിലേക്ക് സഭയെ യേശു ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ 4 കാര്യങ്ങളാണ് വേദശാസ്ത്ര ദർശനത്തിലൂടെ സഭയെപ്പറ്റി അതിൻ്റെ 4 തലങ്ങളായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് മതപരമായ അല്ലാതെയോ പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കായോ പ്രത്യേകമായി ഉദ്ദേശിച്ചാൽ വിളിക്കപ്പെട്ട കൂട്ടം. 2ാമതായി വിശ്വാസികളുടെ കൂട്ടം. 3ാമതായി ക്രിസ്തുവിലൂടെ ദൈവത്താൽ വിളിക്കപ്പെട്ട സമൂഹം. 4ാമതായി പറയുന്നത് ദൈവത്തിൻ്റെ യുഗാന്തി സമൂഹം. എന്നീ 4 ഭാഗങ്ങളായിട്ട് സഭയുടെ 4 തലങ്ങളെപ്പറ്റി പുതിയ നിയമത്തിൽ പഠിക്കാൻ നമുക്ക് സാധിക്കും. ഇനി സഭ ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ളതാണ്. സഭ ദൈവത്തിൻ്റെ മന്ദിരം. പൗലോസിൻ്റെ ദൈവശാസ്ത്ര ദേശങ്ങളിൽ ഏറെ ഗൗരവമേറിയ പഠനത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഗൗരവമായ പ്രസംഗങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ദൈവശാസ്ത്ര ദർശനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട അദ്ദേഹം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സഭയിലെ യഥാർത്ഥ വിശ്വാസ കൂട്ടായ്മയുടെ അന്തസ്സത്തെ കുടികൊള്ളുന്നതാണ് സഭ എന്ന് പറയുന്നത്. അതായത് പൗലോസ് ചിന്ത അനുസരിച്ച് സഭയിലാണ് യഥാർത്ഥ വിശ്വാസ കൂട്ടായ്മ നിലനിൽക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സഭ ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ളതാണ്. സഭ ദൈവത്തിൻ്റെ മന്ദിരം. പൗലോസിൻ്റെ ദൈവശാസ്ത്ര ദേശങ്ങളിൽ ഏറെ ഗൗരവമേറിയ പഠനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മന്ദിരമായി സഭയെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നുള്ളതാണ്. പൗലോസിൻ്റെ ചിന്തയനുസരിച്ച് സഭയിലാണ് യഥാർത്ഥ വിശ്വാസ കൂട്ടായ്മ നിലനിൽക്കുന്നു എന്ന്
നമുക്ക് അറിയാൻ സാധിക്കും. സഭയിലാണ് യഥാർത്ഥ വിശ്വാസ കൂട്ടായ്മ നിലനിൽക്കുന്നതെന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. സഭയുടെ സത്വത്തെയും അല്ലെങ്കിൽ സഭയുടെ ശരീരത്തെയും മഹത്വത്തെയും ഐക്യതയും വ്യത്യസ്ത രൂപങ്ങളാണ് പൗലോസ് തൻ്റെ എഴുത്തുകൾ വിവരിച്ചിരിക്കുന്നത്. സഭയുടെ ശരീരത്തെയും മഹത്വത്തെയും ഐക്യതയും വ്യത്യസ്ത രൂപങ്ങളിൽ പൗലോസ് തൻ്റെ എഴുത്തുകൾ വിവരിച്ചിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരം ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരം റോമർ 12 പറഞ്ഞിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി 2 കൊരിന്ത്യർ 11 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 3 ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സഭ ദൈവത്തിൻ്റെ ജനം തുടങ്ങിയ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഊന്നി പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരം, രണ്ടാമത് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, മൂന്നാമത് സഭ ദൈവത്തിൻ്റെ ജനം തുടങ്ങിയ 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന 4ാമത് കാര്യമുണ്ട്, സഭ ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 3-16-17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സഭ ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ മന്ദിരം എന്നത് ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൗലോസിനും വളരെ കാലം മുമ്പ് തന്നെ ദൈവജനത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി യഹൂദജനം ഗണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലോ പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് മുമ്പായിട്ട് തന്നെ ദൈവജനത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി ഇസ്രായേൽ ജനം ഗണിച്ചിരുന്നു അല്ലെങ്കിൽ സങ്കല്പിച്ചിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ദൈവസാന്നിധ്യം കൂടാരങ്ങൾ വസിക്കുകയും തൻ്റെ ജനത്തിൻ്റെ പ്രയാണത്തൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ വിശ്വാസചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ദൈവസാന്നിധ്യം കൂടാരങ്ങൾ വസിക്കും. അതായത് നമുക്കറിയാം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യമാകുകയും ഇസ്രായേലിലേക്ക് നല്ല സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരികെ പോരുമ്പോൾ ദൈവത്തിൻ്റെ വാസം എന്ന് പറയുന്നത് അവർ മാറുമാറി അടിച്ചിരിക്കുന്ന കൂടാരങ്ങളാണ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമാപന കൂടാരങ്ങളിൽ വസിക്കുന്ന ദൈവം തങ്ങളോടൊപ്പം താമസിക്കുകയും തങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയും തങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കാരണം തൻ്റെ ജനത്തിൻ്റെ മധ്യ ദൈവം വസിക്കുന്നുവെന്നും ദൈവാവലന്മാരുടെ ഇടയിൽ വ്യാപിക്കുന്നുവെന്നും അവർ ഉള്ളതുകൊണ്ട് അവർ അത്യന്തം വിശ്വസിച്ചിരുന്നു. അതായത് നമ്മളുടെ ഇടയിലെല്ലാം ദൈവം വസിക്കുന്നുവെന്നും നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടിയാണ് ക്രൈസ്തവ ദർശനത്തിൽ ഉറപ്പിച്ച് നിർത്തേണ്ടത്. അല്ലെങ്കിൽ ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നുവെന്നും ഉള്ള വിശ്വാസത്തിൽ നമ്മൾ ക്രൈസ്തവത ഉറച്ചു നിൽക്കണം എന്ന് അദ്ദേഹം അല്ലെങ്കിൽ പൗലോസ് തൻ്റെ പഠനത്തിൽ കൂടെ പറഞ്ഞു തരികയും ചെയ്യുന്നു. ഇനി സഭ ദൈവത്തിൻ്റെ വാസസ്ഥലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യെരുശലേം ദേവാലയം എന്ന ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചോളം ഏറ്റവും യഹോവ ദൈവത്തിൻ്റെ വാസസ്ഥലം ആയിരുന്നു എന്ന് നമുക്ക് സാധിക്കും. അതായത് യെരുശലേം ദേവാലയം, അതായത് ശലോമോൻ പണിതായ ദേവാലയം യഹോവയുടെ വാസസ്ഥലം എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവാലയം ദൈവസാന്നിധ്യത്തിൻ്റെയും കൃപയുടെയും അടയാളമായി ദൈവം കരുതിപ്പോന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു ദൈവാലയം ഉണ്ടെങ്കിൽ ആ ദൈവാലയം ദൈവത്തിൻ്റെ കൃപയുടെ അടയാളമായി ദൈവജനം കരുതിപ്പോരുന്നു. അതിനാലാണ് ഈ റോമ ഗവൺമെൻറ് നശിപ്പിച്ചിട്ടുള്ള യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മറഞ്ഞു പോയെന്ന് അവർ തിരിച്ചറിയും. അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അവർ ആ ദേവാലയം വീണ്ടും പുനരുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ പഠനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം ദൈവസാക്ഷ്യത്തിൻ്റെയും കരുതലിൻ്റെ ഇടമായി യഹൂദന്മാരെ ഗണം ചെയ്യുന്നു. അതായത് ദൈവത്തിൻ്റെ മന്ദിരം അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്നത് ദൈവ സാക്ഷ്യത്തിൻ്റെയും കരുതലിൻ്റെ ഇടമായി യഹൂദന്മാർ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പൗലോസ് തൻ്റെ കൊരിന്ത്യ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമായ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ദൈവത്തിൻ്റെ മന്ദിരം ആവുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കൊരിന്ത് ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ജനം അല്ലെങ്കിൽ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 3-16-17 വാക്യങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായ ഒരു മന്ദിരത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു മന്ദിരത്തെ അല്ലെങ്കിൽ ഒരു ദേവാലയത്തെക്കാൾ ഉപരി സാമൂഹികമായ വിശ്വാസികളുടെ കൂട്ടത്തെയാണ് പൗലോസ് ഇവിടെ വീക്ഷിക്കുന്നത് നമ്മൾ സാധിക്കും. അതായത് വിശ്വാസികളുടെ കൂട്ടത്തെയാണ് ഒരു മന്ദിരമായി പൗലോസ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഭയിലെ വിശുദ്ധിയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സഭയിലെ വിശുദ്ധി എങ്ങനെയാണെന്നുള്ളത്. ദൈവം വസിക്കുന്ന മന്ദിരത്തിലെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധിയിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സാധിക്കും. അതായത് ദൈവം വസിക്കുന്ന ഇടം അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൻ്റെ വിശുദ്ധിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്.
യഹൂദമത സങ്കല്പം അനുസരിച്ച് വിസ്തിയാണ് ദൈവസങ്കല്പത്തിൻ്റെ മുഖമുദ്ര. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദൈവാലയത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വിസ്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അശുദ്ധമായതൊന്നും ദൈവാലയത്തിൽ പ്രവേശിക്കരുതെന്ന് ന്യായപ്രമാണത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. അശുദ്ധമായതൊന്നും ദൈവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് തങ്ങൾ കെട്ടിയ ന്യായപ്രമാണത്തിൽ അവർ അടിയിട്ട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന പൗലോസിൻ്റെ പ്രഖ്യാപനം ഇതിലേക്ക് ഒന്നിച്ച് പറയുന്നതായിട്ട് നമുക്കറിയാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധമായി ജീവിക്കണം എന്ന് ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. ഈ വിശുദ്ധിയിലേക്ക് സഭയെ നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ നമുക്ക് ദിശാബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം വിശുദ്ധിയിലേക്ക് നയിക്കാൻ സഭയെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം സഭയെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ഉത്സാഹപ്പെടുത്തുകയും അത് നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കും. പാവത്തിൻ്റെ വഴികളിൽ നിന്നും അനീതിയുടെ പ്രവർത്തികളിൽ നിന്നും വേർപെട്ട് നീതിയുടെ വാർത്തകളായി വിശുദ്ധരായി ജീവിക്കാൻ സഭയെയും നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഇതിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ദൈവം നമുക്ക് അതിനുവേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ശക്തി പറയുകയും ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സഭയിലെ ഐക്യതയെ പറ്റി നമുക്ക് നോക്കാം. സഭയിലെ ഐക്യത നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ യുഗാന്തി പ്രത്യാശയിൽ ദൈവത്തോട് ഒന്നായി ചേർക്കപ്പെടുന്നതാണ് സഭയിൽ നമ്മൾ വരച്ചു. ദൈവരാജ്യത്തിൻ്റെ യുഗാന്തി പ്രത്യാശയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവത്തോട് ഒന്നായി ചേർക്കപ്പെടുന്നതാണ് സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭ ക്രിസ്തുവിൻ്റെ മശിഹായോട്, അല്ലെങ്കിൽ ക്രിസ്തു ആകുന്ന മശിഹായോട് കാലസമ്പൂർണ്ണതയിൽ ഒന്നായി ചേർക്കപ്പെടും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അതാണ് സഭയുടെ വലിയ പ്രത്യാശ എന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങളോടെ പറഞ്ഞായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു. അതായത് ക്രിസ്തുവാകുന്ന മശിഹായോട് കാലസമ്പൂർണ്ണതയിൽ സഭ ഒന്നായി ചേർക്കപ്പെടും, അല്ലെങ്കിൽ സഭയെ യേശു ക്രിസ്തു ഒന്നായി കൂട്ടിച്ചേർത്ത് സ്വർഗ്ഗരാജ്യത്തിൽ പ്രദർശിപ്പിക്കും എന്നാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചത്. ഇത് നമുക്ക് പ്രത്യാശയായിട്ട് എന്നും വേണം എന്ന് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്ന് പൗലോസ് സഭയെ നിർവചിക്കുമ്പോൾ അതിൽ ഐക്യബോധം നമുക്ക് മുന്നിൽ തെളിയുന്നു. അതായത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മന്ദിരമെന്ന് പൗലോസ് തൻ്റെ ലേഖനക്കൂടെ പറയുമ്പോൾ അതിൻ്റെ ഐക്യബോധം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ബന്ധം, ഒരു ഐക്യബോധം നമ്മൾ പുലർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. പലരായി നാം ഓരോ ആത്മാവിനെ സ്ഥാനമേറ്റ് ഒരു ശരീരത്തോട് ചേരുമ്പോൾ ഈ ഐക്യതയ്ക്ക് ദൈവസ്വരൂപം കൈവരുന്നു. അതായത് പലരായി ജീവിക്കുന്നതായിട്ട് നാം പരിശുദ്ധാത്മാവിനെ സ്ഥാനമേറ്റ് ഒരു ശരീരത്തോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവായ ശരീരത്തോട് ചേരുമ്പോൾ ഐക്യതയിൽ ജീവിക്കുന്നു. ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒരുമിച്ച് നമ്മൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഒരു പ്രാർത്ഥന പ്രത്യേകം പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 21-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടത് തന്നെ. ഇത് നമ്മളുടെ ശ്രീസയുടെ യമ്പളത്തിൽ ആലാപനം ചെയ്തിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടത് തന്നെ. അതായത് ലോകത്തിലുള്ള എല്ലാവരും ഒന്നായി ജീവിക്കുന്നതിന് വേണ്ടി പിതാവ്, അല്ലെങ്കിൽ ദൈവമേ നീയും ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്ന പോലെ തന്നെ എല്ലാവരും ഒന്നാകേണ്ടതിന് ഐക്യതബോധത്തോടെ ജീവിക്കണം എന്ന് ഇവിടെ ആ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ആ ദൈവവചനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉപസംഹാരമായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ദൈവത്തിൻ്റെ മന്ദിരമായ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നത് വർത്തമാനകാല സഭ, അല്ലെങ്കിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ മന്ദിരമായ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും വസിക്കുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാലം ആയിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നു. ദർശനം നഷ്ടപ്പെട്ട കൂട്ടമായി സഭ വർത്തിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യേ സഭയ്ക്ക് അതിൻ്റെ ഉണ്മയിലേക്ക് മടങ്ങുവാനും വിശുദ്ധിയിലേക്ക് ഐക്യതയിലേക്കും അഷ്ടമായ ദൈവസ്വരൂപം തിരിച്ചറിയാനും ഉത്സാഹമാകും. അതായത് ദർശനം നഷ്ടപ്പെട്ട സഭ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സാഹചര്യത്തിൽ സഭ നന്മയിലേക്ക് വളർന്നു വരുവാനും വിശുദ്ധിയിലും ഐക്യതയിലും മുന്നേറുവാനും ദൈവം ശക്തി നൽകട്ടെ എന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മപരിശോധനപരമായ തിരിച്ചറിവുകൾ യഥാർത്ഥ ക്രൈസ്തവ ദൗത്യനിർവഹണ ദർശനത്തിലേക്ക് സഭയെ വഴികാട്ടുകയാകും. അതായത് നമ്മൾ സഭയെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പല തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കുകയും യഥാർത്ഥ ക്രൈസ്തവ ദൗത്യനിർവഹണത്തിലേക്ക്,
അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെക്ക് ചേർക്കപ്പെട്ട് ഒന്നായി സഭ ഒന്നായി ജീവിക്കേണ്ടതിൻ്റെ ആയിട്ടുള്ള ആഹ്വാനം അല്ലെങ്കിൽ ആ ദർശനം സഭയ്ക്ക് എന്നും വഴിയാട്ടി ആയിത്തീരട്ടെ എന്നും ആശ്വസിക്കുകയും ഈ പാഠത്തിൽ കൂടെ നമുക്ക് നൽകി ആ വചനം നമ്മൾ സഭ ഈ പാഠത്തിൽ കൂടെ നൽകി തരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിന്ന് പഠിക്കാനുള്ള മനപ്പാഠവാക്യം ഇവിടെ എന്നും മനപ്പാഠവാക്യം എന്ന് പറയുമെങ്കിലും ഇവിടെ വചനമുത്ത് എന്നാണ് ഇന്നറിയപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരായി തീരണം എന്നിവിടെ വാക്കിൽ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവിനുള്ളവനല്ല എന്നും ഇതിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവനല്ല അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവനല്ല എന്നും ഇതിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.